ഹലോ, അപ്പം എന്താണെങ്കിലും പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 60 ml ഒരു കപ്പിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കടലമാവില്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കണം. നല്ല പഴംപൊരി തന്നെ കിട്ടും കേട്ടോ. പിന്നീട് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരക്ക് പകരം ഞാൻ ഇവിടെ ശർക്കരപ്പാനി കേട്ടോ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, നമ്മളെ പഴംപൊരിക്ക് ഒരു കളറ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ശർക്കര ആയതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ ശർക്കരപ്പാനി കുറവേനു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മധുരം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മാവ് ഒന്നും കൂടെ ലൂസാകണ്ടേനു, അതിന് വേണ്ടി ഞാൻ നോർമൽ വാട്ടർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈമലാക്കാനോ അല്ല വിചാരിച്ചിട്ട് ഞാൻ ബീറ്റർ എടുത്തിട്ട് നന്നായി മാവ് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പഴമാണ്. നന്നായി പൊയ്ത്തുള്ള പഴം കേട്ടോ. നന്നായി പൊയ്ത്ത പഴം മാവിൽ കുറച്ച് മധുരം കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പഴത്തിന് കുറച്ച് പൊയ്പ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ മാവിൽ അത്യാവശ്യം മധുരം വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ പഴംപൊരി തിന്നാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഴം പൊരിച്ചെടുക്കണ എൻ്റെ പഴന് കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു പഴത്തിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്യാന്ന് കേട്ടോ. എന്നിട്ടിങ്ങനെ 4 ലെയറാക്കിയിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാന്ന് കേട്ടോ. ഇനി 3 ലെയറാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കട്ടി കുറച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും നമ്മളെ പഴമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൈമലാക്കാനല്ല വിചാരിച്ചൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കേട്ടോ പൊരിച്ചെടുക്കണത്. കൈമലാക്കി കഴിഞ്ഞാൽ നമ്മൾ തുടർന്നിടത്തൊക്കെ നമ്മളെ മാവാവൂലേ. അപ്പോൾ അത് എനിക്ക് എന്തോ ഒരു ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ പഴം പൊരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. നല്ല ഫിനിഷിങ് ഉണ്ടാവും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ 2 വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊള്ളക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഴംപൊരിക്ക് മാവ് റെഡിയാക്കണമെങ്കിൽ പെട്ടെന്ന് പൊള്ളച്ച് വരാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇതേപോലെ മാവൊക്കെ എടുത്തിട്ട് പൊടികളൊക്കെ എടുത്തിട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ എടുത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ കൈക്കൊണ്ട് കുഴച്ച് മിക്സാക്കണേക്കാട്ടിലും പെട്ടെന്ന് മിക്സ് ആവുമല്ലോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് മിക്സാക്കിയാൽ. അപ്പോൾ പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും തോന്നുന്ന ടൈമൊന്നും വെക്കും വേണ്ട, അപ്പം തന്നെ പൊരിച്ചെടുത്താലും നമ്മളെ മാവ് നന്നായി പൊള്ളക്കൂട്ടോ. അപ്പോൾ ഇന്ന് ബറാത്താണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത് എന്തെങ്കിലും മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പഴം ഒരിക്കലും മറന്നില്ല, ഇന്നും വാലൻറ്റൈൻസ് ഡേയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ബറാത്ത് മാത്രമല്ല വാലൻറ്റൈൻസ് ഡേയും കൂടെയാണ് എന്ന് എനിക്ക് പഴം കാണിച്ചു തന്നു. അപ്പോൾ ഒരു ആടിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പഴംപൊരി ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ.